GTM വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പുതിയൊരു ഗെയിമായിട്ട് ഈ ഗെയിമിന്റെ പേരെന്താണെന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് പോയതിനു ശേഷം പറയാം ഗൈസ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള, ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ് ചെയ്തേണ്ട കൂട്ടുകാരും കൂടെ ഈ സബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ അതുകൂടാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ബാറ്ററി പ്രസൻറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്ത് കൊടുക്കുക ഗൈസ്. കമൻറ്റ് അല്ല, ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് നല്ല നല്ല കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ലൈക്കാണ് എന്നെ ഓരോ കണ്ടൻറ്റും ഇടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് എന്തായാലും നമ്മുടെ പുതിയൊരു ഗെയിമിലേക്ക് പോകും ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യണേ ഗൈസ്. അപ്പോൾ ഈ ഗെയിം ഒരു കിടുക്കാച്ചി ഗെയിമാണ്. എന്താണെന്ന് വെച്ചാൽ GT4 അത്രയൊക്കെ ഒരു ലെവലാണ് ഗൈസ്. അപ്പോൾ ഈ ഗെയിമിന് നമുക്ക് എന്തായാലും നേരെ നമ്മളെ ഈ ഗെയിം ഏതാണെന്ന് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ ഗെയിമിൽ വന്നിട്ടുണ്ട്. ഈ ഗെയിമിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗാങ്സ്റ്റർ ഡ്രൈവിംഗ് 3D ഗെയിം എന്ന് പറയുന്ന ഒരു കിടുക്കാച്ചി ഗെയിമാണ് ഇത് ഗൈസ്. അപ്പോൾ ഇതിൽ നമ്മളെ ഇന്ത്യൻ ബൈക്ക് 3D ഗെയിമിനെ പോലെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടി വരുത്താൻ പറ്റും. അപ്പോൾ ക്യാരക്ടറിൻ്റെ വീടാണ് ഗൈസ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. നമ്മളെ ഫ്ലവറും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ സോഫയും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളും നമുക്ക് ആഹാരം കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പം സത്യം പറഞ്ഞാൽ തന്നെ ഒരു റിച്ചാണ് കേസ്. ഇപ്പോൾ പിന്നെ നമുക്ക് കാണിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു അടുക്കളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം സെറ്റാണ്. ഇപ്പോൾ ഈ ഡോറ് വഴി നമുക്ക് പുറത്തും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ എന്തായാലും കൂടുതൽ അങ്ങ് വേർപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കതവ് നമുക്ക് തുറക്കാൻ വേണ്ടി പറ്റില്ല കേസ്. അപ്പോൾ ഈ കതവ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തുറക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മുകളിലോട്ട് പോയിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ നോക്കാം. ഇത്തിരി പാടാണ് കേസ് ഈ ഗെയിം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇതാണ് നമ്മളെ മോളിലത്തെ ഫ്ലോർ ഗൈസ്. അപ്പോൾ ഇവിടെ ചില്ലാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ ഞങ്ങളതൊന്നും ചെയ്യില്ല ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ വാപ്പാടെ മുറി ഗൈസ്, കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ഇത് ഇവിടെ ഒരു ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ വെളിയിലും സംഭവങ്ങളൊക്കെയാണ്. എൻ്റെ ഇടയ്ക്ക് കയറിപ്പോകുന്നു ഗൈസ്. അപ്പോൾ വെളി ഇതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇരുന്ന് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഇവിടെ എൻ്റെ ഒരു ഡാൻസ് കളിക്കുന്നൊരു സ്ഥലമാണ്. ഡാൻസ് കളിക്കാൻ വേണമെങ്കിൽ കളിക്കാം, നമുക്ക് കളിച്ച് തരാൻ. കണ്ടില്ലേ, ഇവിടെ നിൽക്കിട്ട് ആ മോളിൻ്റെ സാധനം നിൽക്കിയാൽ മതി. നമ്മൾ ഈ മോഡ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അപ്പോൾ അവിടെ നിൽക്കിട്ട് നമ്മൾ ആ സ്ഥാനത്ത് കണ്ടില്ലേ കിണ്ണൻ ഡാൻസ് സീനല്ലേ. ഇപ്പം നമുക്ക് വേറെ ഡാൻസ് ആക്കാം. ഇനി നമുക്ക് കറങ്ങി കാണിച്ചു തരാൻ സീനാണ് ഗേസ്. നമ്മളൊക്കെ സീനാണ്. പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ റൂമെന്ന് തന്നെ പറയാം ഗേസ്. അപ്പോൾ നമ്മളെ മുറി നല്ല കിഡ്നായിട്ടാണ് സെറ്റ് ചെയ്ത് ചെയ്യുന്നത് ഗേസ്. അപ്പോൾ മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും, സ്റ്റെയർ കാണാൻ വേണ്ടി സാധിക്കും ഗേസ്. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റെയറും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പം യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞ് ചെറുക്കനാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഗേസ്. പിന്നെ ഒരു കാര്യം വേണ്ടി പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി സാധിക്കും ഗേസ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ധൃതി മുട്ടിക്കേണ്ട, നമ്മുടെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ പറയാം. അതുകൂടാതെ തന്നെ നമ്മളെ മുടി വെക്കുന്നത് എങ്ങനെയാണെന്നും നമ്മൾ പറയുന്നതായിരിക്കും ഗേസ്. അപ്പോൾ നമുക്ക് എന്തായാലും അധികം വൈകാതെ തന്നെ നമ്മളെ വീട്ടിൻ്റെ താരോട്ട് ഇറങ്ങിപ്പോകാം. ഇനിയിപ്പോൾ കുറച്ച് പാടായിരിക്കും ഗേസ്. അപ്പോൾ അങ്ങ് വരെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനെന്തായാലും ഇവിടെ വെച്ചങ്ങ് നമ്മളെ മുടി എങ്ങനെ മാറ്റുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മൊബൈലിൽ തന്നെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗേസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗെയിം കയറ്റിയിട്ട് നോക്കാവുന്നതാണ്. ഏകദേശം ഒരു 90 MB ഒക്കെ വരുന്ന ഒരു ഗെയിമാണ് ഗേസ്. നല്ല കിടുക്കാച്ച ഗെയിമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് സംഭവം കൊള്ളാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗേസ്. അപ്പോൾ നമ്മുടെ ഹെയർ മാറ്റുന്ന നമ്പർ നിങ്ങളെ കാണിച്ച് കാണുന്ന ഗേസ്. അപ്പോൾ 69002 ആണ് ഗേസ്. ഇപ്പോൾ നമ്മളെ ഹെയർ മാറ്റുന്നത് നമുക്ക് നല്ലൊരു ഹെയർ തന്നെ കിട്ടും ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങി പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ച് തരാവും ഗൈസ്. കണ്ടില്ലേ ഗൈസ്. അപ്പോൾ നമ്മളെ ക്യാരക്ടറിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഇതാണ്, റിച്ചാണ് ഗൈസ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ റിച്ചും കാര്യങ്ങളൊന്നുമല്ല, ഒരു പാവപ്പെട്ട വീട്ടിൽ താമസിക്കുന്ന ഒരു ചെറുക്കനാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PC ഒക്കെ വാങ്ങിച്ചിട്ട് GT5 നമുക്ക് കളിക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ സൂപ്പർ പാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴാണ് ഗൈസ് ഞാൻ പറയാൻ വന്നത് വെച്ചാൽ നമ്മളെ സുപ്രയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഞാൻ കാണിച്ചു തരാം. സുപ്രയുടെ ചീറ്റ് കോഡാണ് 2244. നമ്മളെ പഴയ
ഇന്ത്യൻ ബാക്ക് സൈഡ് ഗെയിമിൽ ആ ചീറ്റ് കോഡ് തന്നെയാണ് ഗീസ്. കണ്ടില്ലേ ഗൈസ്, യഥാർത്ഥത്തെ ഒറിജിനൽ സൂപ്പറാണ് ഗീസ്. ഇപ്പോൾ ഈ ഒരു ഗെയിം ഉണ്ടാക്കിയ ആൾ കൊടുത്തിരിക്കുന്നത്. എന്തായാലും എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു ഗീസ്. ഇപ്പോൾ അടുത്ത നമ്പർ നോക്കാം. 4444 ഫോർച്യൂണർ ആണ് ഗീസ്. അല്ല സോറി, ഫോർച്യൂണർ സ്കോർപിയോ ആണ് ഗീസ്. അപ്പോൾ ഈ ഒരു വണ്ടി അടുത്തത് നോക്കാം ഗീസ്. അപ്പോൾ അടുത്തത് നമുക്ക് അടുത്തത് നമുക്കൊരു മോഡിഫൈഡ് താറയാണ് നോക്കാം. 556. അയ്യോ പണി കിട്ടി ഗൈസ്, എന്തോ പറ്റി. നമുക്ക് എന്തായാലും താരോട്ട് പോയിട്ട് ഒന്നും കൂടെ ഒന്ന് ആക്റ്റീവ് ആക്കി നോക്കാം. കണ്ടില്ല ഗൈസ്, ഇതാണ് നമ്മളെ സിറ്റി. സീനാണ്, നമ്മൾ അടിപൊളി സിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഇതുകൊണ്ട് ഫൈനലി നമ്മളെ താറും കാര്യങ്ങളൊക്കെ വിളിച്ച് വരുത്തുന്നുണ്ട്. ഇതിൻ്റെ നമ്പർ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ഇതിന് ചീറ്റ് കോഡ് എന്ന് വെച്ചാൽ 5561 എന്നാണ് ഇതിൻ്റേത്. 61 സോറി 601 ആണ് ഗീസ്. അടുത്തതായിട്ട് നമ്മളെ ഫ്ലൈയിങ് ബൈക്കാണ് ഗീസ്. ഇപ്പോൾ ഒരു കിടിലൻ വണ്ടി തന്നെയാണ് ഗീസ്. അപ്പോൾ ഇതിൻ്റെ ചീറ്റ് കോഡും കാര്യങ്ങളും ഞാൻ മറന്നുപോയി ഗീസ്. അടുത്തതായി നമ്മൾ ഫോർച്യൂണറിൻ്റെ കാറാണ് എടുത്തിട്ടുള്ളത്. 1000 അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫോർച്യൂണറിൻ്റെ കാർ വരുന്നതായിരിക്കും ഗീസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ടൊരു സ്പ്ലെൻഡറിൻ്റെ ബൈക്ക് തന്നെ എടുക്കും ഗീസ്. ഇതാണ് നമ്മളെ സ്പ്ലെൻഡറിൻ്റെ ബൈക്ക്. 9000 അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്പ്ലെൻഡർ സൂപ്പർ സ്പ്ലെൻഡർ ആണ് ഇത് കിട്ടുന്നത്. അടുത്തത് നമുക്ക് 88 അടിച്ചു കഴിഞ്ഞാൽ സ്പോർട്സ് കാർ കിട്ടിയ സീനാണ് ഗീസ്. അപ്പോൾ നമുക്ക് എന്നാലും ഇനി വേറെയുള്ള ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ലോകം ഗീസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തിട്ട് സിറ്റിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണിച്ചു തരാം ഗീസ്. അപ്പോൾ ഇനി ഈ ഗെയിം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളെ വീഡിയോ എടുത്താൽ കമൻറ്റ് ചെയ്യുക കൊള്ളാമോ ഇല്ലേ എന്നൊക്കെ. കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗീസ്. ഇപ്പോൾ ഈ സിറ്റിയിൽ ഈ വണ്ടി ഇത്തിരി കൺട്രോൾ ചെയ്യാൻ പാടാണ് ഗീസ്. കുഴപ്പമില്ല, വേണമെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ലവ് പഠിക്കും ഗീസ്. ഇതോ അവിടെ ഒരു ചേച്ചിയുണ്ട്, നമുക്ക് നൈസായിട്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇതോ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. ഓ ഗൈസ് കണ്ടില്ലേ, നമ്മൾ സീനാണ് ലവായിട്ടുണ്ട് ഗീസ്. അപ്പോൾ എല്ലാം സീനാണ് ഗീസ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വെറുതെ അടി ഉണ്ടാക്കാൻ നിൽക്കണ്ട ഗീസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗീസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുള്ള് സപ്പോർട്ട് ചെയ്യുക ഗീസ്. ഈ ഗെയിമിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്ത് ഗീസ്. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അലീറ്റ വ്ളോഗ്സിൻ്റെ പേരിൽ ഒരു ഗുഡ് ബൈ.